ഹായ്, നമസ്കാരം. രാജസ്ഥാൻ നേച്ചർ ഡയറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ്, എല്ലാവർക്കും സുഖമാണോ? ഞങ്ങൾക്ക് സുഖമാണ് കേട്ടോ. പാലക്കാട് ജില്ലയിൽ മഴയൊക്കെ ഉണ്ട്, ചെറുതായിട്ട്. നിങ്ങളുടെ നാട്ടിൽ മഴയൊക്കെ ഉണ്ടോ? ഞാൻ എൻ്റെ അച്ഛനും അമ്മയും പരിചയപ്പെടുത്തിക്കൊണ്ട് ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ? കുറേ പേര് എനിക്ക് നല്ല നല്ല കമൻറ്റുകളൊക്കെ തന്നു. കുറച്ച് പേര് എന്നെ വിളിച്ച് നല്ല നല്ല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു. എനിക്ക് നല്ല സന്തോഷമുണ്ട്. അടുത്ത വീഡിയോ ഞാൻ തുടങ്ങാൻ പോവുകയാണ്. എൻ്റെ ഇന്നത്തെ വീഡിയോ സ്കൂൾ കാലഘട്ടമാണ്. ഞാൻ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത് ഇവിടെ 4ാം ക്ലാസ് വരെയാണ്. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ്. അച്ഛനും അമ്മയും എന്നെ എടുത്തുകൊണ്ടാണ് സ്കൂളിൽ കൊണ്ടുപോയിരുന്നത്. സഹതാപം കൊണ്ടാണോ സ്നേഹം കൊണ്ടാണോ എന്നറിയില്ല, എല്ലാ ടീച്ചർമാർക്കും മാഷുമാർക്കും കുട്ടികൾക്കൊക്കെ എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. കുറേ ടീച്ചർമാർ എന്നെ എടുത്തിട്ടുണ്ടെങ്കിലും അതിലെൻ്റെ മനസ്സിൽ പതിഞ്ഞൊരു ടീച്ചറുണ്ടായിരുന്നു, എൻ്റെ പാറക്കുട്ടി ടീച്ചർ. ടോയ്ലറ്റിലേക്കും ഇൻ്റർവെൽ സമയത്ത് ഓഫീസിലേക്കും കുറേ എടുത്തു കൊണ്ടുപോയിട്ടുണ്ട് ടീച്ചർ. ടീച്ചറുടെ ചോറ്റുപാത്രത്തിലെ ചോറ് ഉച്ച സമയത്ത് എനിക്ക് വാരി തന്നിട്ടുണ്ട്, എൻ്റെ അമ്മയെ പോലെ. 4ാം ക്ലാസ് വരെ ഞാൻ അവിടെ പഠിച്ചിട്ടുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഹോസ്റ്റലിൽ നിന്നാണ് പഠിച്ചത്, തൃശ്ശൂർ. ആ സ്കൂളിൽ ഞാൻ TC വാങ്ങാൻ വേണ്ടിയിട്ട് എൻ്റെ അച്ഛനും ഞാനും കൂടി പോയപ്പോൾ ടീച്ചർ എന്നെ എടുത്ത് നന്നായി പഠിക്കണം മോളെ പറഞ്ഞു കവിളത്ത് ഉമ്മ വെച്ചത് എനിക്ക് ഇന്ന് ഞാൻ ഇരട്ടി സ്നേഹത്തോടെ ഞാൻ എൻ്റെ പാറക്കുട്ടി ടീച്ചറെ ഓർക്കുന്നു. 2013 ഒരു പരിപാടിയിൽ വെച്ച് എനിക്ക് ഈ ടീച്ചർ യാദൃശ്യമായി കണ്ടുമുട്ടി. ടീച്ചർക്ക് എന്നെ മനസ്സിലായില്ല, എനിക്ക് പെട്ടെന്ന് മനസ്സിലായി. 7 വയസ്സുള്ളപ്പോൾ കണ്ട ടീച്ചർക്ക് എന്നെ എങ്ങനെ മനസ്സിലാവാനാണ്? ഞാൻ പെട്ടെന്ന് വിളിച്ചു, ടീച്ചറെ എന്നെ മനസ്സിലായോ, എൻ്റെ പേര് രാജിതയാണെന്ന് പറഞ്ഞപ്പോൾ, ആ രാജിതേ, എന്താ അത് ആളാകെ മാറിപ്പോയല്ലോ, കുറേ വർഷങ്ങളായില്ലേ കണ്ടിട്ട്, ആകെ മാറിപ്പോയി, വലിയ പെണ്ണായല്ലോ എന്നും പറഞ്ഞ് എന്നെ വന്ന് കെട്ടിപ്പിടിച്ചു ടീച്ചർ. എനിക്ക് ഭയങ്കര സന്തോഷമായി ആ ടീച്ചറെ കണ്ടപ്പോൾ. ടീച്ചർ പറഞ്ഞു എന്നോട്, എന്താ കല്യാണം കഴിഞ്ഞു എന്ന് നെറ്റിയിൽ സിന്ദൂരം കണ്ടപ്പോൾ. ഞാൻ പറഞ്ഞു, ടീച്ചറെ എനിക്ക് 2 കുട്ടികളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ടീച്ചർക്ക് ഭയങ്കര സന്തോഷമായി. നന്നായിരിക്കും മോളെ, നല്ല സന്തോഷത്തിലിരിക്കും, നല്ല ഹാപ്പി ഇരിക്കും എന്നൊക്കെ പറഞ്ഞു. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എൻ്റെ ടീച്ചറോടൊപ്പം ഞാൻ സമയം ചിലവഴിച്ചു. ഓടിക്കളിക്കാൻ പറ്റിയില്ലെങ്കിലും ഇരുന്ന് കളിക്കാൻ പറ്റാവുന്ന കളിയുമായി എൻ്റെ കൂട്ടുകാർ എൻ്റെ ഒപ്പം ഇരുന്ന് കളിക്കാറുണ്ട്. ഭിന്നശേഷിക്കാരും അല്ലാത്തതുമായ കുറേ കൂട്ടുകാരുണ്ട് എനിക്ക്. എൻ്റെ മരണം വരെ അവരുടെ സൗഹൃദം എനിക്ക് നിലനിർത്തി പോകാനാണ് എനിക്കിഷ്ടം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇനിയും എൻ്റെ വിലപ്പെട്ട കഥകളുമായി ഞാൻ ഇനിയും വരും. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.